അപ്പോൾ ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിമാരുടെ ചരിത്രം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറായിരുന്നു. 1960-ലെ പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ ആയിരുന്നു ശങ്കർ ഉപമുഖ്യമന്ത്രിയായിരുന്നു. കണ്ണൂരിൽ നിന്ന് നിയമസഭയിലെത്തിയ ആർ ശങ്കർ ആ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. കോൺഗ്രസിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി എന്ന് വേണമെങ്കിലും പറയാം. അതിനുശേഷം പട്ടം താണുപിള്ള പഞ്ചാബിലെ ഗവർണറായി പോയപ്പോൾ ആർ ശങ്കർ പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി. പിന്നീട് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായ ആൾ CH മുഹമ്മദ് കോയയാണ്. CHൻ്റെ ചരിത്രത്തിൽ വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. CH കേരളത്തിൽ 1979 മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം 81 കരുണാകരൻ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ആ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി. പിന്നീട് 82 കരുണാകരൻ തന്നെ അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും CH ഉപമുഖ്യമന്ത്രിയായി. 82 മുതൽ 87 വരെയുള്ള കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന CH ആ കാലയളവിൽ തന്നെ മരിക്കുകയായിരുന്നു. CHൻ്റെ പകരക്കാരനായി മുസ്ലിം ലീഗിലെ തന്നെ K ഔക്കാദർ കുട്ടിനഹ ഉപമുഖ്യമന്ത്രിയായി. യഥാർത്ഥത്തിൽ ഇവർ 3 പേരുമാണ് കേരളത്തിലെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. അങ്ങനെയാണ് കേരളം ഇങ്ങനെയായത്.